വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്നു നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഓർമ്മിക്കുക, ലോകത്തിൽ തിന്മയുടെ ആധിപത്യം മുൻപത്തേതിനേക്കാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നന്മയായതിനെ മുറുകെ പിടിക്കാനും തിന്മയെ അകറ്റി നിർത്താനും കഴിയാത്ത വിധം സാത്താൻ തന്റെ പിടിമുറുക്കിയിരിക്കുന്നു. പരസ്പരം വെറുക്കുകയും വേട്ടയാടുകയും വിധിക്കുകയും കാരുണ്യമില്ലാതെ കൊല നടത്തുകയും ജീവിതത്തിന്റെ ഏതു മേഖലയിലും സത്യവും നീതിയും നിരാകരിക്കപ്പെടുകയും ചെയ്യുന്ന വലിയ വിപത്സന്ധിയാണിന്നുള്ളത്. ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകാത്ത ജീവിതത്തിൽ സ്വാർത്ഥതയും അഹങ്കാരവും വിഷലിപ്തമാക്കുന്ന ചിന്തകളും പ്രവൃത്തികളുമാണ് ഒരുവനെ നയിക്കുന്നത്. ആർക്കും ആരെയും ഭയമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ബലിയാടുകളായാലും എനിക്കെന്ത് എന്ന മനോഭാവമാണ് ഇക്കാലത്ത് നല്ലൊരു ശതമാനം മനുഷ്യ മനസ്സുകളെയും ഭരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. പ്രതീക്ഷിക്കുന്നത് ലഭിച്ചില്ലെങ്കിൽ, ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ തടസ്സമാണെന്ന് തോന്നുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഇല്ലാതാക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ ആർക്കും ഒരു മടിയില്ലാതായിരിക്കുന്നു. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്ന തികച്ചും സ്വാർത്ഥവും സങ്കുചിതവുമായ ചിന്തകളാണ് കൊലപാതകങ്ങൾ വരെ നടത്തുവാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം തെറ്റുകളെ മറയ്ക്കുവാൻ ചിലർ ആയുധമാക്കുന്നതും ഇത്തരം വ്യക്തിഹത്യകളും സ്വഭാവഹത്യകളുമാണ്. കുടുംബങ്ങളെ മാത്രമല്ല, സമൂഹത്തെയും മതസംവിധാനങ്ങളെയും ഇത്തരത്തിൽ തകർത്തു തരിപ്പിണമാക്കാൻ സാത്താൻ സർവ്വസന്നാഹങ്ങളോടുകൂടെ നിലയുറപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് കീഴ്പ്പെടുന്നതിന്റെ ഭാഗമാണ് സാത്താനെ എതിർത്ത് നിൽക്കുക എന്നത്. ക്രൈസ്തവ ജീവിതം ഒരേ സമയം സാത്താനിൽ നിന്നുള്ള അകൽച്ചയും ദൈവത്തോടുള്ള അടുപ്പവുമാണ്. അതുകൊണ്ട് ദൈവത്തിന് വിധേയരായിരിക്കുവാനും പിശാചിനെ എതിർക്കുവാനും സാധിക്കണം. സാത്താനെ എതിർക്കുമ്പോൾ അവൻ നമ്മിൽ നിന്ന് അകന്നു പോകുകയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഏതു പരീക്ഷണങ്ങളെയും നേരിടുവാനുമുള്ള കൃപയും ലഭിക്കും. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാ പ്രതികൂല ശക്തികളെയും പരാജയപ്പെടുത്തി മുന്നേറുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിതാ എന്റെ പേർക്കായി തൂങ്ങിയോ. ക്രൂശിതാ ക്രൂശിതാ എന്റെ പേർക്കായി തൂങ്ങിയോ. ആണിമൂന്നും എന്റെ പാപം ഓർത്തിടുന്നു സ്നേഹമേ, ഓർത്തിടുന്നു സ്നേഹമേ.
ക്രൂശിത എൻ്റെ പേർക്കായി തൂങ്ങിയോ. ആണി മൂന്നും എൻ്റെ പാപം ഓർത്തിടുന്നു സ്നേഹമേ, ഓർത്തിടുന്നു സ്നേഹമേ. ലോകബന്ധം കൈക്കൊണ്ടില്ല, പാപഭാരം പേറിടുമ്പോൾ. ലോകബന്ധം കൈക്കൊണ്ടില്ല, പാപഭാരം പേറിടുമ്പോൾ. ചേർത്തു നീ നിൻ മാർവിലെന്നെ, പാപമൊന്നും നോക്കിടാതെ. വൻകൃപയ്ക്കായി നന്ദി നാഥ, എന്നുമെന്നും ഓർമ്മിച്ചേ.